രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതിഷി മുഖ്യമന്ത്രിയായത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 4 മാസം അതിഷി പദവിയിലുണ്ടാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒഴിഞ്ഞ കസാര അതിഷി തന്റെ സീറ്റിന് അടുത്തായി ഓഫീസിൽ സ്ഥാപിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ അടയാളമായാണ് കസേര സ്ഥാപിച്ചതെന്ന് അതിഷി പറഞ്ഞു. മുഖ്യമന്ത്രി കസേര കെജ്രിവാളിനുള്ളതാണെന്ന് അതിഷി പറഞ്ഞു. ജനങ്ങൾ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെയാണ്. BJPയുടെ ഗൂഢാലോചനയിലാണ് മദ്യനയക്കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാളിനെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനം വീണ്ടും തിരഞ്ഞെടുക്കും. അതുവരെ അദ്ദേഹത്തെ കാത്ത് ഈ കസേര മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടാകുമെന്നും അതിഷി കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തുവെങ്കിലും ധനം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള 13 വകുപ്പുകൾ അതിഷി തന്നെ വഹിക്കും. AAPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പ്രശാന്ത് ഭൂഷണുമായുള്ള പരിചയത്തിലൂടെയാണ് അതിഷി പാർട്ടിയിലെത്തുന്നത്. 2013 AAPയിൽ ചേർന്നു. മദ്യനയക്കേസിൽ ജയിൽ മോചിതനായെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന നിലപാടിലായിരുന്നു കേജ്രിവാൾ. അഴിമതിക്കാരനെന്ന ആരോപണം BJP തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിനെ പരമാവധി പ്രതിരോധിക്കാമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുടെ കോടതിയിൽ സത്യസന്ധത തെളിയിക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കില്ലെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചത്. അതേസമയം അതിഷിയുടേത് നാടകമാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അഴിമതി കേസിൽ ജയിലിൽ പോയ കെജ്രിവാളിനെ ശ്രീരാമനോട് ഉപമിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. AAPയുടെ നാടകം ജനം തിരിച്ചറിയുമെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പറഞ്ഞു. അതിഷിയുടെ നടപടി മുഖ്യമന്ത്രി പദവിയുടെ അന്തസ്സിന് ചേരാത്തതാണെന്നും ചട്ടലംഘനമാണെന്നും BJP വിമർശിച്ചു.